ചങ്ങായിമാരെ നമ്മളെ അൻസാരി ഉസ്താദ് ഉണ്ടല്ല, കാറിലിരുന്ന് ഖുറാനെ കുറ്റം പറഞ്ഞ നമ്മൾ ആരിഫ് ഹുസൈൻ ശിഷ്യനില്ലേ, ശിഷ്യനെ കണ്ടം വഴി ഓടിച്ച്. ഈ ചാണക സംഖ്യയുള്ള ഇവനുണ്ടല്ല സ്വയം യുക്തിവാദിയാന്ന് വിളിക്കല്. പക്ഷെ ഇവനെ കണ്ടില്ല, പക്ക ഒരു ചാണക സംഖ്യ ഫ്രോഡാണ്. ഇവൻ മിനിഞ്ഞാന്ന് കാറിലിരുന്ന് ഖുറാനെ കുറ്റം പറഞ്ഞതിന് ലോകത്തുള്ള മൊത്തം മനുഷ്യന്മാരുള്ള ഇവനെ കൂടുതലുള്ള മൊത്തം ടീമുണ്ടല്ല കണ്ടം വഴി ഓടിച്ചിരുന്നു. അങ്ങനെ കണ്ടം വഴി ഓടി സംഘടനത്തിലുണ്ടല്ല ഇവൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടില്ല, വീണ്ടും ഖുറാനെ കുറിച്ച് മുസ്ലിങ്ങളെ കുറിച്ചൊക്കെ ഉണ്ടല്ല വളരെ വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് നമുക്ക് ആദ്യം തന്നെ ആ പരനാറി ജയ് എന്ന് പേരുള്ള ആ പരനാറുണ്ടല്ല ഇസ്ലാമിനെ കുറിച്ചും ഖുറാനെ കുറിച്ചും പറഞ്ഞ കുറ്റങ്ങളുണ്ടല്ല അത് ആദ്യം കേൾക്കാം. അതിനുശേഷമുള്ള അൻസാരി ഉസ്താദ് ഈ പരനാറിന കണ്ടം വഴി ഓടിച്ച വീഡിയോയും കാണാം. ഈ ഖുറാനിലുള്ള അതേപോലെ തന്നെ ഇസ്ലാമിലുള്ള നമ്മൾ പറയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പറയില്ല, നമ്മൾ ഈ ടെററിസ്റ്റ് ആക്രമണക്കെതിരെയൊക്കെ പറയില്ല, പക്ഷെ ഇത് പറയാൻ തുടങ്ങിയപ്പോൾ ഇൻബോക്സിൽ അങ്ങോട്ട് ബഹള. ഈ കുട്ടി സുഡാപ്പി മുതൽ മൂത്ത സുഡാപ്പി, തന്ത സുഡാപ്പി, മീൻസ് സുഡാപ്പി എന്നും പറയാൻ പറ്റില്ല, ഇസ്ലാമിക വിശ്വാസികൾ വന്നിട്ട് തന്തക്ക് ഇവരെ കോമഡി ഒരു ഇൻസെസ്റ്റ് തെറിയ അവർ പിടിക്കുക. അവർക്ക് ഭയങ്കര ഫെറ്റിഷാ ഇൻസെസ്റ്റിനോട്, മൊത്തം ഇൻസെസ്റ്റ് അറിയാം. ഇതൊക്കെയാണ് ഐറ്റം. അപ്പം ഇത് രസിച്ചാൽ ഇവരൊരു സ്വഭാവം അവർ കാണിക്കുന്നത്. ഇൻബോക്സ് തുറന്നാൽ തെറിവിളിയാ. ഇതൊക്കെ നമ്മൾ 2 ഇൻബോക്സ് ആയിട്ടാണ് കിടക്കുക, അതുകൊണ്ട് ആവശ്യമുള്ളപ്പോഴേ തുറക്കുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളെ അൺമാസ്കിങ് അനോമലീസ് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അപ്പൊ ലൈവ് വന്നിട്ട് എനിക്ക് അൺമാസ്കിങ് അനോമലീസ് ഉണ്ടെങ്കിൽ പറയാനെന്ന് വെച്ചാൽ ഖുറാന്, ഹദീസ്, കർമ്മശാസ്ത്രം എന്ന് വെച്ചാൽ ഇതിന്റെ ഒന്നിന്റെ 3 ആയിട്ടാണ് അത് കിടക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മെയിൻ ആളായ ഹൈത്തമിയാണ് പറഞ്ഞത് ഈ വ്യഭിചാരത്തിലുണ്ടായ മോളെ എന്ന് വെച്ചാൽ ഹറാമല്ലാന്ന്, ചെയ്തോന്നല്ല, അത് ഹറാമല്ല, വ്യഭിചാരത്തിലുണ്ടായ മോളോട് ഹറാമല്ലാന്ന് അത് ഹൈത്തമിയാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഹൈത്തമി ഷാഫിയുടെ പഠനം വെച്ച് നിങ്ങൾ ആദ്യം ഹൈത്തമി ആയിട്ടൊരു ഡിബേറ്റ് പിടിക്കുക, അതെല്ലാം അറിയാം. കാരണം നിങ്ങൾക്ക് ഇതിനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് നിങ്ങൾ ഉസ്താദക്കന്മാര് തള്ളി പറയട്ടെ. ഈ പണ്ഡിതൻ എനിക്കറിയില്ല, ഈ അൺമാസ്കിങ് അനോമലീസിൽ മതപണ്ഡിതൻ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ കാര്യം പറഞ്ഞു ഇങ്ങനെയാണ്, നിങ്ങളുടെ പണ്ഡിതന്മാര് കോട്ട് ചെയ്ത കാര്യമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ മറ്റേ ആകാശത്തെടുത്ത് കൊണ്ടുപോയി സ്വന്തം ഉണ്ടാക്കുന്നല്ലോ. പിന്നെ സത്യത്തിൽ ഞാൻ ഇസ്ലാമിന്റെ ഒരു പോസ്റ്റ് ഇട്ട് വിടാന്ന് വിചാരിച്ച, പക്ഷെ ഇത്രയും തെറിയൊക്കെ വിളിച്ചതെങ്കിൽ ഇനി വിടൂല. ഈ ഇസ്ലാം എന്തൊക്കെ സാധനങ്ങൾ അതിനുള്ളുണ്ടോ, എന്റെ ആഴ്ചയിൽ ഒരു 2-3 പോസ്റ്റ് ഇസ്ലാമിനായിട്ട് ഡെലിക്കേറ്റ്. എടാ പരനാറി ചാണകസംഖ്യ, നിന്നെപ്പോലുള്ള ചാണകസംഖ്യയിലുണ്ടല്ല ഖുറാനെ പറ്റി കുറ്റം പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാനടങ്ങുന്ന കുറെ ഹിന്ദുക്കളുണ്ടല്ല ഖുറാനെ കുറിച്ച് കുറച്ചും കൂടി പഠിക്കാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞ ഞാനടക്കമില്ല, അപ്പോഴാണ് ഖുറാനില്ല എത്രമാത്രം മനോഹരമാണെന്ന് ശരിക്കും മനസ്സിലാക്കിയത്. അതുകൊണ്ട് നിന്നെപ്പോൾ ഒരു ബോധം വീർളത്തെ ചാണകസംഖ്യ ഉണ്ടല്ല ഖുറാനെ പറ്റി കുറ്റം പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടില്ല ഖുറാനുണ്ടല്ല ഒരു പ്രമോഷൻ കൊടുക്കലാന്ന്. സത്യം പറഞ്ഞ ഈ ചാണകസംഖ്യ ഉണ്ടല്ല ഇവന്റെ വീട്ടിലുണ്ടല്ല ഇതൊന്നല്ല, ഒരുപാട് വൃത്തികേടുകൾ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ സത്യം പറഞ്ഞ കട്ടാക്കിയതാണ്. ഇനി എന്താണ് നമ്മൾ അൻസാരി ഉസ്താദ് ഉണ്ടല്ല ഈ വൃത്തികെട്ട ചാണകസംഖ്യ കൊടുക്കുന്ന മനോഹരമായ മറുപടി ഒന്ന് കേട്ടിട്ട് വന്നാലോ. ഈ ഖുറാനിലുള്ള തന്തയില്ല അതേപോലെ തന്നെ ഇസ്ലാമിലുള്ള നമ്മൾ പറയാൻ തുടങ്ങിയപ്പോ ആദ്യമേ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ക്ഷമ ചോദിക്കുകയാണ്. ഈ വൃത്തികെട്ട സംസാരം നിങ്ങളുടെ ശ്രവണ ഗുണങ്ങളെ കൊണ്ട് കേൾക്കാൻ ഞാൻ കാരണം ഇടയായി എന്നുള്ളതുകൊണ്ട്. പക്ഷെ നിങ്ങളിത് കേൾപ്പിക്കാനുള്ള കാരണം നിങ്ങളുടെ ചിന്തയിലേക്ക് ചില കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സ് തുറന്നത് കേൾക്കുമല്ലോ. നമ്മളൊക്കെ ധാരാളമായി കേട്ടിട്ടുള്ള സംസാരമാണ്, ലോകത്ത് മതങ്ങളും മതവിശ്വാസികളും മതമൂല്യങ്ങളും ഇല്ലായിരുന്നു എങ്കിൽ ലോകം എത്ര സുന്ദരമായിരുന്നേനെ, ലോകത്ത് ശാന്തിയും സമാധാനം ഉണ്ടാകുമായിരുന്നു. അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ ധരിച്ചിരിക്കുന്ന വേഷം കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഞാനൊരു ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ആളാണെന്ന്, ഒരു മുസ്ലിമാണെന്ന് പറയാം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇതേ ഭാഷയിൽ ഇവിടുത്തെ നിരീശ്വരവാദികളെ പച്ചത്തെറി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഹിന്ദു മതത്തെയോ ക്രിസ്ത്യ മതത്തെയോ ഏതെങ്കിലും എൻ്റെ ഒരു വീഡിയോ, നിങ്ങൾ പഴയകാല വീഡിയോ നോക്കും, ഇങ്ങനെ വന്ന് വൃത്തികേട് പറയുകയാണെങ്കിൽ നിങ്ങളെന്താ പറയുക? നിങ്ങളല്ല പറയുക, മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ കുറേ ആളുകൾ ഉയർന്നു വന്നുകൊണ്ട് പറയും, നിങ്ങൾ ഈ പണി നിർത്തിപ്പോണം, നിങ്ങൾ ഈ ധരിച്ചിരിക്കുന്ന വേഷം നിങ്ങൾ മാറ്റണമെന്ന് പറയും. 100% ഉറപ്പാണ്. ഒരു ദ്വയാർത്ഥ പ്രയോഗം പോലും വന്നാൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരാറുണ്ട്. അപ്പം മതവിശ്വാസം, മതമൂല്യങ്ങൾ ഒരു മനുഷ്യനിൽ തീർക്കുന്ന പ്രതിഫലനങ്ങളാണ്. അതേസമയം നിങ്ങളിപ്പോൾ ഈ കേട്ട മനുഷ്യനുണ്ടല്ലോ, അവൻ യുക്തിവാദിയാണ്, നിരീശ്വരവാദിയാണെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതവിശ്വാസികളും മതമൂല്യങ്ങളും ലോകത്തിലായിരുന്നുവെങ്കിൽ ഇതുപോലത്തെ വൃത്തികെട്ട മാനവരാശിക്ക് ഗുണമില്ലാത്ത നിർഗുണ വസന്തങ്ങളായ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരെ നമ്മൾ ദിനം പ്രതി അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇവരുടെ ഏതെങ്കിലും ചർച്ചയിൽ മനുഷ്യരെക്കുറിച്ചോ മനുഷ്യത്വത്തെക്കുറിച്ചോ കാരുണ്യത്തെക്കുറിച്ചോ സഹജീവി സ്നേഹത്തെക്കുറിച്ചോ നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇവർ നിരന്തരമായി ഈ പച്ചത്തെറിയും ധിക്കാരവും മാത്രം പറയുന്നു എന്നതിനപ്പുറത്തേക്ക് മനുഷ്യർക്ക് ഗുണമുള്ള ഒരു ടോക്കും ഇവരുടെ ആയിരം വായിന്ന് നമുക്ക് കേൾക്കാൻ കഴിയില്ല. നോക്കൂ, നിങ്ങൾ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് തെറി പറയാൻ പറ്റുമോ? മതമൂല്യം അനുസരിച്ച് ജീവിക്കുന്ന തെറി പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചോദ്യം വന്നു, മുസ്ലിമീങ്ങൾ തെറി പറയില്ലേ, ഹിന്ദുക്കൾ തെറി പറയില്ലേ, വിശ്വാസികൾ തെറി പറയില്ലേ? തെറി പറയുന്നവരുണ്ട്. പക്ഷേ മതത്തിൻ്റെ കൽപ്പന എന്താണ്? മതത്തിൻ്റെ കൽപ്പന തെറി പറയൽ അവിടെ നിൽക്കട്ടെ. വിശുദ്ധമായ ഖുർആനിൽ വൈരുല്യക്കുല്ലി ഹുമസദ് ലുമസ എന്നൊരു പ്രയോഗം നോക്കൂ നിങ്ങൾ. അതിൻ്റെ ഉത്സാരം വാ കൊണ്ടോ ഭാവം കൊണ്ടോ ഇരട്ടപ്പേര് വിളിച്ചിട്ടോ ഒക്കെ ഒരു മനുഷ്യനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുക, ആക്ഷേപിക്കുന്നവർക്ക് സർവനാശം എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു സൂചനാപരമായി പോലും മറ്റൊരു മനുഷ്യനെ ആക്ഷേപിക്കുക എന്നുള്ളത് വിശുദ്ധമായ ഖുർആൻ അതിനെതിരാണ്.
എല്ലാ മതമൂല്യങ്ങളും അങ്ങനെ തന്നെ. മനുഷ്യനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല, അവഹേളിക്കാൻ പാടില്ല, അവനെ ചീത്ത വിളിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ചീത്ത വിളിക്കാനേ പാടില്ല. എന്നാൽ ഇവരുടെ മൂല്യങ്ങൾ, ഇവരായിരുന്നു ഈ ലോകത്ത്, വിശ്വാസികളല്ലാതെ ഇവരായിരുന്നു ഈ ലോകത്തെങ്കിൽ ഇവർപ്പം നിലവിൽ ലോകത്തിലുള്ള വിശ്വാസികളാണ്. ഇവർ ന്യൂനപക്ഷമായിട്ട് പോലും ഇവരുടെ ചർച്ച എന്താണ്? മനുഷ്യനെ കുറിച്ചാണോ, മനുഷ്യത്തെ കുറിച്ചാണോ? അല്ല. നിങ്ങൾ കേട്ടോ, എവിടേക്കാണ് തോക്ക് ചൂണ്ടുക? ഞാൻ മൂത്തമ്മയുടെ തോക്ക് ചൂണ്ടിയെന്ന് ഞാൻ എഴുതുക. മൂത്തമ്മയുടെ എന്റെ നാട്ടിലെ മൂത്തമ്മമാരെന്നൊന്നും പറയാറൊന്നുമില്ല. മൂത്തമ്മയുടെ മൂത്തമ്മയിലേക്ക് തോക്ക് ചൂണ്ടി എന്ന് ഞാൻ എഴുതുക. മലയാള ഭാഷ ഒരു കഥ എഴുതുന്ന എന്നോട് പറഞ്ഞു തരണം, ഞാൻ എന്താണ് അവിടെ പ്രയോഗിക്കുക? ഇതൊക്കെയാണ് ഇവിടെ ചർച്ച. എന്ത്? ഒരു ഭാഗത്ത് തെറി വിളിക്കാൻ പാടില്ല എന്ന് നിരന്തരമായി വിശ്വാസി സമൂഹത്തെ ഒരു മതഗ്രന്ഥം ഉദ്ബോധിപ്പിക്കുമ്പോൾ ഇവർക്ക് വേണ്ടത് ഞങ്ങൾക്ക് തെറി വിളിക്കാനുള്ള സ്വാതന്ത്ര്യം. എന്ത്? മൂത്തുമ്മ എന്ന് പറഞ്ഞാൽ ആരാ? ഉമ്മയുടെ ജ്യേഷ്ഠത്തി, ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ ഗോപ്യഭാഗം. ആ ഭാഗത്തെ പച്ചക്ക് പറയാനുള്ള അനുമതി വേണം. അത് തെറിയുടെ രാഷ്ട്രീയമാണെന്ന് സമൂഹത്തിൽ ചർച്ച ചെയ്യണം. അപ്പൊ ഇവരായിരുന്നു ഈ ലോകത്തെങ്കിൽ ഈ ലോകം എന്തായിരിക്കും? ഒരു മനുഷ്യനോട് ഒരു മറ്റൊരു മനുഷ്യന് കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല, ബഹുമാനം ഉണ്ടാവില്ല. നമ്മുടെ രവീന്ദ്രനൊക്കെയല്ലേ പറഞ്ഞത്, സാറിനോട് സാറെന്നൊക്കെ വിളിച്ച് ബഹുമാനിക്കണമെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനോട് ഒരു തരത്തിലുള്ള റെസ്പെക്ട് ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്ക്, ഈ നൂറ്റാണ്ടിലെ ജനങ്ങൾ സയൻസാണ് വലുത് എന്ന് തന്നെ വരുമ്പോൾ മതമൂല്യങ്ങളെയൊക്കെ കൈയൊഴിഞ്ഞപ്പോൾ ഇപ്പൊ എന്തുണ്ടായി? നമ്മുടെ 2000 കാലഘട്ടം വരെയൊക്കെയുള്ള അവസ്ഥയിൽ നമ്മളിപ്പോൾ ഒരുപാട് മാറിയില്ലേ? നമുക്ക് എല്ലാ തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങളും പുരോഗമനങ്ങളും വന്നപ്പോൾ എന്താണ് നമ്മുടെ നാട്ടിൽ? കൊലപാതകങ്ങൾ കൂടി, കുടുംബ ബന്ധങ്ങൾ തകർച്ച കൂടി, ഛിദ്രത കൂടി, വൈരാഗ്യം കൂടി, വർഗീയത കൂടി, എല്ലാ മേഖലയിലും അരാജകത്വം, ലൈംഗിക അരാജകത്വം, പീഡനം തുടങ്ങി മുഴുവൻ മേഖലകളിലും ഈ അസ്വസ്ഥത നമ്മൾ അനുഭവിക്കുന്നില്ലേ? ഇതിന് മുമ്പത്തെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായി. പക്ഷേ അതിൽ നിന്ന് കുറെ മനുഷ്യർ മാറി നിൽക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഇതൊക്കെ തെറ്റാണ്, ഇതൊക്കെ പാപമാണ്, ഇതിനൊക്കെ ശിക്ഷ കിട്ടുന്നതാണെന്നുള്ള ചിന്തിച്ചുകൊണ്ടല്ലേ? ഇത് ചെയ്യാതിരിക്കുന്നതുകൊണ്ടുള്ള പ്രതിഫലത്തെക്കുറിച്ച് ഓർത്തിട്ടല്ലേ? വിശ്വാസികൾ തെറ്റിയുന്നുണ്ട്, ഉറപ്പല്ലേ? അപ്പൊ ആ തെറ്റിയുന്ന വിശ്വാസികളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് എന്താ? അവൻ ആ വിശ്വാസത്തെ പൂർണ്ണാർത്ഥത്തിൽ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി അവസാനമായിട്ട് എന്നെ കേട്ടിരിക്കുന്നവരോട് പറയാനുള്ളത്, ഇയാളുടെ കമന്റ് ബോക്സിലും മറ്റ് മെസ്സഞ്ചറിലൊക്കെ പോയി തെറി വിളിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സത്യത്തിൽ മതവിശ്വാസികളാണ് എന്ന് എങ്ങനെയാ പറയുക? നിങ്ങൾ ആ മതത്തെ ഫോളോ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇത്തരം നിർഗുണ വസന്തങ്ങളെ ഒഴിവാക്കാനാണ് വേണ്ടത്. അങ്ങനല്ലേ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്? അജ്ഞരായ മനുഷ്യരെ നിങ്ങൾ ഒഴിവാക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അൻസാരി ഉസ്താദ് പറഞ്ഞത് തന്നെയാണ് എല്ലാ മുസ്ലിങ്ങളോട് എനിക്കും പറയാനുള്ളത്. അതായത് ഇതുപോലെ നിർഗുണ വസന്തങ്ങളുണ്ടല്ല, നിങ്ങൾ സമ്മതിക്കാൻ പോകാനേ പാടില്ല. അതായത് ഇവനെപ്പോലത്തെ യുക്തിവാദികൾക്കട്ടില്ല, മാതാവിനോടും പെങ്ങന്മാരുടെ കണ്ടില്ല, വൃത്തികെട്ട ബന്ധമില്ല, അതങ്ങ് നടക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവരുണ്ടല്ല ഇമാതിരി പോരാട്ടം നടത്തുന്നത്. പക്ഷെ ഇവന്റെ ഗുരു ആരിഫ് ഹുസൈനി കണ്ടില്ല അത്തരം കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് മുസ്ലിങ്ങളാണ്. അതുകൊണ്ടാണ് ഇവർക്കണ്ടല്ല മുസ്ലിങ്ങളോട് ഇത്രമാത്രം കുരുപൊട്ടുന്നത്. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ യുക്തിവാദികളുടെ ഉദ്ദേശം മനസ്സിലാക്കാത്ത കുറെ ചാണക സംഖ്യകളും കുറെ ചാണക കൃസംഖ്യകളും ഉണ്ടല്ല ഇവരെ സപ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നല്ലവരായ ഹിന്ദുക്കളോടും നല്ലവരായ മുസ്ലിങ്ങളോടും നല്ലവരായ ക്രിസ്ത്യാനികളോടാണ്. ഇവരുണ്ടല്ല ഇവരെ മാതാവിനോടോ പെങ്ങന്മാരോടോ എന്ത് വൃത്തികേടും കാണിച്ചോട്ടെ, നമ്മളുണ്ടല്ലോ അതിൽ ഇടപെടാതിരിക്കുന്ന നല്ലത്. അതായത് ഈ യുക്തിവാദികൾ എന്ന് പറഞ്ഞ പരനാരികൾ ഉണ്ടല്ല, അവര് പോരാടുന്നത് അവർ ഉദ്ദേശിക്കുന്ന ലൈംഗിക വൈകൃതം ഉണ്ടല്ല, അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴെന്തായാലും ലൈംഗിക വൈകൃതമുള്ള ആരിഫ് ഹുസൈനിയും ഇവരെയും ഉള്ള യുക്തിവാദികളെ മൊത്തം കുരുപൊട്ടിച്ച അൻസാരി ഉസ്താദിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.